ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അടിപൊളിയായി ഉഷാറായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിച്ചു തുടങ്ങൂ എന്നുള്ള അങ്ങനെ നിർബന്ധങ്ങളൊന്നും വേണ്ട. നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ. ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം തിങ്ക് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഷെഡ്യൂൾ ചെയ്ത് അത് എഴുതാൻ ഞാൻ പ്രിപ്പയർഡ് ആണോ, ഞാൻ കോമ്പീറ്റൻ്റ് ആണോ എന്ന് മാത്രം തിങ്ക് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, അപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി പ്രിപ്പയർഡ് എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരള ലോ എൻട്രൻസിൻ്റെ കീഴിൽ 3 ഇയറിലും 5 ഇയർ ലെവലിലും ഉള്ള പ്രധാനപ്പെട്ട റിസർവേഷൻസിനെ പറ്റിയാണ്. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ്, ഓക്കെ, PWD കാൻഡിഡേറ്റ്സിന് 5% total seats, 5% of total seats in all government law colleges, okay, will be reserved for persons with disability. 5% of total seats in all government, അതായത് ടോട്ടൽ ഗവൺമെൻറ് കോളേജിൽ 5% സീറ്റ്സ് എന്തിന്? പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി. അപ്പോൾ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ ബോർഡും കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ രേഖകളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് റിസർവേഷൻ കിട്ടും. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ റിസർവേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ സ്പെഷ്യൽ റിസർവേഷനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പെഷ്യൽ റിസർവേഷൻ പ്രകാരം എല്ലാ ലോ കോളേജിലും എല്ലാ ഗവൺമെൻറ് കോളേജ് ഒരു സീറ്റ് റിസർവ്ഡ് ആണ്. ഓക്കെ, 1 seat each in 4 law colleges will be reserved for the following categories. 1 seat in 4 government law colleges. തൃശ്ശൂർ ലോ കോളേജിൽ ഒരു സീറ്റ്, കോഴിക്കോട് ലോ കോളേജിൽ ഒരു സീറ്റ്, എറണാകുളം ലോ കോളേജിൽ ഒരു സീറ്റ്, ട്രിവാൻഡ്രം ലോ കോളേജിൽ ഒരു സീറ്റ്. ഓക്കെ, ഓരോ കോളേജിലും ഓരോ സീറ്റ് വീതം. ഏതൊക്കെ കാറ്റഗറി ഞാൻ പറയാൻ പോകുന്ന താഴെ പറയുന്ന 4 കാറ്റഗറിക്ക്: എക്സ് സർവീസ്മെന്നോ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് എക്സ് സർവീസ്, എക്സ് സർവീസ്മെന്നോ വിമുക്ത ഭടന്മാരോ അവരുടെ മക്കൾക്കോ, പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. ഓക്കെ, പിന്നെ സ്പോർട്സ് കോട്ട കാൻഡിഡേറ്റ്സ്. സ്പോർട്സ് കോട്ട പ്രകാരം +2 ഡിഗ്രിക്കൊക്കെ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട റിസർവേഷൻ കിട്ടും. പിന്നെ എക്സ് പാരാമിലിറ്ററി പേഴ്സൺ ഓർ ചിൽഡ്രൻ ഓഫ് എക്സ് പാരാമിലിറ്ററി പേഴ്സൺ ഓർ ചിൽഡ്രൻ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കീഴിൽ വരുന്ന സ്പെഷ്യൽ റിസർവേഷൻസ്. പിന്നെ മാൻഡേറ്ററി റിസർവേഷൻസ് വേറെ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, 50% സീറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ജനറൽ, 10% EWS. ഓക്കെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ മാൻഡേറ്ററി റിസർവേഷൻസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാനത് വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ 4: എക്സ് സർവീസ്മെൻ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് എക്സ് സർവീസ്മെൻ, ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ്, സ്പോർട്സ് കോട്ട കാൻഡിഡേറ്റ്സ്, എക്സ് പാരാമിലിറ്ററി പേഴ്സണൽ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് എക്സ്. ഇവർക്കല്ല, ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനും എല്ലാ ഗവൺമെൻറ് കോളേജിലും ഓരോ സീറ്റ് വീതം എന്ത് ചെയ്യുന്നുണ്ട്? അലോട്ടഡ് ആണ്. ഓക്കെ, പിന്നെ ലക്ഷദ്വീപ് എന്നുള്ള കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരള ലോ എൻട്രൻസ് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ, 1 seat in ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം ഈസ് റിസർവ്ഡ് ഫോർ ലക്ഷദ്വീപ് കാൻഡിഡേറ്റ്സ്. 1 seat in എറണാകുളം ലോ കോളേജ് ഈസ് റിസർവ്ഡ് ഫോർ ലക്ഷദ്വീപ് കാൻഡിഡേറ്റ്. പിന്നെ 10% റിസർവേഷൻ ഉണ്ട് EWS കാൻഡിഡേറ്റ്സ്. EWS റിസർവേഷൻ മുന്നോക്കത്തിൽ പിന്നോക്കത്തിൽ. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിൽ തന്നെ EWS റിസർവേഷൻ എലിജിബിൾ ആണെങ്കിൽ അതിൻ്റെ വില്ലേജ് ഓഫീസിൽ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ EWS റിസർവേഷൻ കിട്ടും. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിക്കുന്ന കാര്യം, NSS റിസർവേഷൻ ഉണ്ട്. NSS റിസർവേഷൻ ഇല്ല, NCCക്ക് റിസർവേഷൻ ഉണ്ട്. ഓക്കെ, NCC കോട്ടയുണ്ട്. 1 seat in ഗവൺമെൻറ് ലോ കോളേജ്. എല്ലാ ലോ കോളേജിലും ഒരു സീറ്റാണ്. അത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം, അടുത്ത കൊല്ലം ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണ്. മൊത്തം ലോ കോളേജിലും ഒരു സീറ്റ്, അല്ലാതെ എല്ലാ ലോ കോളേജിലും ഒരു സീറ്റ് അല്ല, മൊത്തം ലോ കോളേജിലും ഒരു സീറ്റ്. അത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത്. പിന്നെ 5 seats in സെൽഫ് ഫിനാൻസിങ് കോളേജസ്. NCC ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി നമ്മൾ എൻട്രൻസിൻ്റെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് NCC റിസർവേഷൻ കിട്ടും. ഇനി നമുക്ക് മാൻഡേറ്ററി റിസർവേഷൻ നോക്കാം. മാൻഡേറ്ററി റിസർവേഷൻ നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ് മെറിറ്റ് 60% സീറ്റ്സ് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. പിന്നെ 30% സീറ്റ്സ് എന്നുണ്ട് SEBC കാൻഡിഡേറ്റ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ SEBCയിലെ കുറേ സബ് കാറ്റഗറീസും ഉണ്ട്. പിന്നെ SC ST സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? 10% എന്നുണ്ട് റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലീയുടെ കീഴിൽ വരുന്ന സ്പെഷ്യൽ റിസർവേഷൻസ്. അപ്പോൾ ഈ സ്പെഷ്യൽ റിസർവേഷൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അൾട്രാ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മുടെ എക്സാം. അപ്പോൾ അങ്ങനെ ഒരു എക്സാമിൽ ഇങ്ങനെയുള്ള റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിടുക. ബിക്കോസ് ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ ഇതാരും അറിയാതിരിക്കരുത്.
ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്, പാരാമിലിറ്ററി അവരുടെ മക്കൾ, അതുപോലെ പാരാമിലിറ്ററി പേഴ്സണലുണ്ട്, പിന്നെ എക്സ് സർവീസ്മെൻ അവരുടെ മക്കൾ, സ്പോർട്സ് കോട്ട കാൻഡിഡേറ്റ്സ്, ഇവർക്കൊക്കെ റിസർവ്. പിന്നെ PW പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് അവർക്ക് ടോട്ടൽ ഗവൺമെൻറ് ലോക്കൽ 5% റിസർവ്ഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു NCC കോട്ടയുണ്ട്. പിന്നെ 1 സീറ്റ് ഇൻ എറണാകുളം ലോക്കലി റിസർവ് ഫോർ ലക്ഷദ്വീപ് സ്റ്റുഡൻസ്. പിന്നെ 10% സീറ്റ് EW സ്റ്റുഡൻസിനുണ്ട്. അപ്പോൾ EWS കാറ്റഗറിയിലുള്ളവർ കൃത്യമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കുക. ഇപ്പോൾ എന്താണ് EWS എന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിക്കാം. EWS കിട്ടുന്ന ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് മാത്രമേ കിട്ടുള്ളൂ. ജനറൽ കാറ്റഗറി തന്നെ പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമാണ് EWS റിസർവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള ലോ ആൻഡേഴ്സിനുള്ള സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിസർവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ പ്രോസ്പെക്ടസ് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുക, അത് വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്പം എല്ലാ അപ്ഡേറ്റ്സും കൊടുക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കണം. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്തിടും. അപ്പോൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ എനിക്ക് വീഡിയോ കയറാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ അത് പറഞ്ഞേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഉഷാറായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ഈ വീഡിയോ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണ്. ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.